പ്രപ്പോസലായിട്ട് വേണ്ട, ഞാൻ നേരെ ഫുഡൊക്കെ കഴിക്കുന്നു, ഒരു ഉമ്മ കൊടുക്കുന്നു, ഓടിക്കളയും. മമ്മിക്ക് ഡൗട്ട് തോന്നിയെന്ന് തോന്നുന്നു. അന്ന് മമ്മി സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് വന്നിരുന്നു, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ലിനു MBA പഠിക്കുന്ന സ്ഥാപനത്തിലെ സാറാ. ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു പയ്യൻ വീട്ടിലേക്ക് വരുന്നു, ആ പയ്യൻ തന്നെ ആയിരിക്കും എൻ്റെ മകൾ സെലക്ട് ചെയ്തത് എന്ന് അച്ഛൻ ഓർത്തിട്ടുണ്ടാവുമോ? അതൊരു ഞെട്ടല് മാത്രമായിരുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്താലും there will be 50% ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, ബാക്കി 50% ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ആ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകില്ല എന്ന് എന്നോട് എപ്പോഴും പറയലുണ്ട്. നമ്മൾ ബിഗ് ബോസിൽ പോയതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരും, ഞാൻ നോറാനിൽ ആരും വലിയ ആൾക്കാരൊന്നും ആവില്ല. അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ ആൾക്കാർ മറന്നു. എങ്കിലും ഫേസ് എപ്പോഴും നമ്മുടെ പ്രവർത്തന മേഖലയിൽ മികവ് കാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നിലനിൽക്കാം. അവിടെ ആകുമ്പോൾ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യം ഫുൾ നെഗറ്റീവ് ആയിട്ടാണ്, എല്ലാം നെഗറ്റീവ് ആയിട്ടാണ്. ഈവൻ ഞാൻ സ്നേഹത്തോട് കൂടി ഒരു ഫുഡ് കൊടുത്താൽ പോലും അതൊരു നെഗറ്റീവ് ആയിട്ട് എല്ലാവരും എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഐ വാസ് എ വെരി നെഗറ്റീവ് പേഴ്സൺ ടു എവ്രി വൺ. കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ കല്യാണം വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ചു, കല്യാണം നടത്താനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ആരുടെടുത്തും ബിഗ് ബോസിൽ പോകുന്നവരും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നോയാണ്, എന്തായാലും നോ പറയും. അപ്പം അച്ഛൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ആ ഫേക്ക് ഐഡി ഉപയോഗിച്ചിട്ട് എൻ്റെ ഫേസ്ബുക്കിന്റെ താഴത്ത് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരെ സിജോയുടെ സപ്പോർട്ടർ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഫേക്ക് ഐഡി ഉപയോഗിച്ച് ഞാൻ തന്നെ തെറി വിളിക്കും. അപ്പൊ അവർക്ക് നമുക്ക് ചോദിച്ചു പോവാം. ശരിയാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ബിഗ് ബോസിലേക്ക് കോൾ വന്ന ടൈമില് അതുകൊണ്ട് മാരേജ് കുറച്ച് നീട്ടി വെക്കണം എന്നുണ്ടായിരുന്നല്ലോ. അതിന് ആക്ച്വലി ലിനുവിന് പകരം ലിനുവിന്റെ വീട്ടുകാർക്ക് പകരം വീട്ടുകാർ തന്നെ ലിനുവിന്റെ സിസ്റ്ററിനെയാണെന്ന് തോന്നുന്നു സിജോ കൺവിൻസ് ചെയ്തത്. അല്ലേ ഒരു സംഭവം ഇന്ന് അവരോട് പറ, കാരണം ട്രൈഔട്ട് ചെയ്യുക. അപ്പൊ പിന്നെ സിസ്റ്റർ വീട്ടിലെ അതെ ആക്ച്വലി ഇങ്ങനെ ആ സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറഞ്ഞില്ല, ലിനുവിന്റിക്ക് പറഞ്ഞില്ല. കാരണം ലിനുവിന്റിക്ക് ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയും, എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പൊ എനിക്കത് അറിയാം. അപ്പൊ എനിക്ക് പോകണമെന്ന് താനും കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ കല്യാണം വീട്ടുകാരുടെ അടുത്ത് സംസാരിച്ചു, കല്യാണം നടത്താനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ആരുടെടുത്തും ബിഗ് ബോസിൽ പോകുന്നവരും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നോയാണ്. അയ്യോ അതെ, എന്തായാലും നോ പറയും. അപ്പം അച്ഛൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്യാണം മാറ്റി വെക്കാനായിട്ട് റീസൺ വേണ്ടേ. അപ്പോ നൈസായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും ലിനുവിന്റെ മൂത്ത ചേച്ചി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചു ഈ സമയത്ത് നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാവും, ലിയക്ക് എന്ത് ബുദ്ധിമുട്ടാവും. അങ്ങനെ ലിയയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കല്യാണം ആദ്യം മാറ്റി വെച്ചു. സത്യമാണല്ലേ? ഇത് ശരിക്കും പറഞ്ഞാല് MLM വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം MLM ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു പയ്യൻ വീട്ടിലേക്ക് വരുന്നു, ആ പയ്യൻ തന്നെ ആയിരിക്കും എൻ്റെ മകൾ സെലക്ട് ചെയ്തത് എന്ന് അച്ഛൻ ഓർത്തിട്ടുണ്ടാവുമോ? അതൊരു ഞെട്ടല് മാത്രമായിരുന്നു. നമ്മൾ ആ എത്ര വർഷം പുറകോട്ടല്ലേ, ഓർത്തില്ല ഈ പയ്യനാണ് ആ പയ്യൻ. അപ്പോഴും നമ്മൾ പറയുന്നില്ല. അതിനിടയ്ക്ക് വേറൊരു നമ്മൾ എവിടെയും പറയാത്ത വേറൊരു കഥയുണ്ട്. അതായത് ലിനുവിന്റെ തൊട്ട് മൂത്ത ചേച്ചിയുടെ ലിയയുടെ കല്യാണത്തിന്റെ അന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോ അന്നിന്റെ അടുത്ത് പറഞ്ഞു, അച്ഛേ കല്യാണത്തിന് വരണം, പക്ഷേ നിങ്ങൾ വന്നിട്ട് ആരാണെന്ന് പറയും. ഞാൻ പറഞ്ഞു അത് ശരി, ഞാൻ ആരാണെന്ന് പറയും. കാരണം കല്യാണത്തിന് മമ്മിയും പപ്പയൊക്കെ എന്തായാലും കാണും. വളരെ കുറച്ച് ആൾക്കാരുടെ അന്നും ക്ഷണിച്ചിട്ടുള്ളൂ കല്യാണത്തിന്. കോവിഡ് ടൈമാണ്. അപ്പൊ 100-200 പേര് അല്ലെങ്കിൽ 150 പേരൊക്കെ മാക്സിമം കാണുള്ളൂ. അത്രയായി. ആ ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ ഇത്തിരി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കല്യാണത്തിന് ഞാൻ ചെന്നു, എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ചെന്ന് ഞാൻ ലിനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ലിനുവിന്റെ പറഞ്ഞു, ഞാനായിട്ട് കുറച്ച് നേരം സംസാരിച്ചാൽ മതി, ഒരുപാട് നേരം സംസാരിക്കണ്ട, സംശയം തോന്നുന്നു. ഞാൻ ലിനുവിന്റെ ഒന്ന് സംസാരിക്കുന്നു. അപ്പൊ ലിനുവിന്റെ മൂത്ത ചേച്ചിക്ക് അറിയാം, ലിബി ചേച്ചിക്ക് അറിയാം. അപ്പൊ ലിബി ചേച്ചി എന്റെ അടുത്ത് സിജോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പൊ ലിബി ചേച്ചിയുടെ പിള്ളേർ 2 പേരുണ്ട്. ഈ പിള്ളേര് എന്നെ കണ്ടപ്പോഴത്തേക്കും കൊച്ചുങ്ങളല്ലേ, പെട്ടെന്ന് വരികയും നമ്മൾ എടുത്ത് കൂട്ടാകുകയും ചെയ്യും. ഞാൻ പിള്ളേരെ പിടിച്ച് കളിപ്പിച്ചു, പിള്ളേരുടെ അടുത്ത് മാറുന്നില്ല. അപ്പൊ ഇവന്മാരായിട്ട് കളിച്ച് നടക്കുക. മമ്മിക്ക് ഡൗട്ട് തോന്നിയെന്ന് തോന്നുന്നു. അന്ന് മമ്മി സത്യം പറഞ്ഞ എന്റെ അടുത്ത് വന്നിരുന്നു, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ലിനു MBA പഠിക്കുന്ന സ്ഥാപനത്തിലെ സാറാ. അങ്ങനെ പറഞ്ഞു. അപ്പൊ തോന്നി എന്തെങ്കിലും പറയണ്ടേ, കാരണം ഇത് പ്ലാൻഡ് അല്ലല്ലോ. പെട്ടെന്നല്ലേ മമ്മി വരുന്നത്. ഞാൻ ഓൾറെഡി ടീച്ചിങ് ഫീൽഡിലുണ്ട്, ഞാൻ ടീച്ചറാന്ന് തന്നെ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് മമ്മി എന്നെ പിന്നീട് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ,
സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ മമ്മിയുടെ ഞാൻ ചോദിച്ചിട്ടില്ല അന്ന് എന്താ ഇവനല്ലേ മമ്മിക്ക് അവൻ. തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ വേണം മമ്മി ആന്റി കാണുന്നുണ്ടോ? ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു. അച്ഛൻ വന്ന് മമ്മിക്ക് അപ്പോൾ ഡൗട്ട് തോന്നിയിട്ടുണ്ടോ, മമ്മിക്ക് അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? മമ്മിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്, അന്ന് വന്ന ഞാൻ തന്നെയാണെന്ന് മമ്മിക്ക് അറിയാം. പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല എന്താണ് അന്ന് തോന്നിയെന്ന് ചോദിച്ചിട്ടില്ല. അല്ല ഇത് കഴിഞ്ഞ് ചെല്ലുമല്ലോ. അതെ, നാളെ ചെല്ലുന്നുണ്ട്, നാളെ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലവ് എന്നുള്ളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ഏത് പോയിന്റിലായിരുന്നു? കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുക, ഇപ്പം ഇത് അതായത് നല്ലൊരു രണ്ട് ഫ്രണ്ട്സ് ഓട്ടോമാറ്റിക് ഒരു ഫ്ലോയിൽ ലവ് ആകുന്നതുണ്ട്. ഒരു ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവായി ഒരാൾ ചിലപ്പോൾ ആദ്യം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും, തിരിച്ചയാൾ കുറച്ച് ടൈം എടുത്തിട്ട് റിപ്ലൈ പറയുന്നുണ്ടാവും. നിങ്ങളുടെ ഇതിലേതായിരുന്നു? ഞങ്ങൾക്ക് പ്രപ്പോസൽ ഇല്ല. ഇല്ല. ഞങ്ങള് ഇപ്പോ ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നത് മെയ് 28 തീയതിയാണ്. അതായത് ഒരു 2019 മെയ് 28 തീയതിയാണ് ഫസ്റ്റ് ടൈം വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കോൾ ചെയ്ത ഈ ദിവസമാണ് ഞങ്ങൾ എല്ലാ വർഷവും ആനിവേഴ്സറി എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ ഒരു പ്രേമിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം വേണമല്ലോ, എല്ലാ വർഷവും ബർത്ത്ഡേ എല്ലാം ഉണ്ട്. അപ്പോ ആദ്യമായിട്ട് പരിചയപ്പെട്ട ദിവസം എന്നുള്ളതല്ല, ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ദിവസമല്ല, വീഡിയോ കോൾ ചെയ്ത ഡേ ആണ് മെയ് 28. അങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം അന്ന് ലിനു ഒരിക്കലും വീഡിയോ കോൾ ചെയ്യാൻ തയ്യാറാവില്ല, അങ്ങനെ ഒരാളല്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ, വേണ്ടെന്ന് പറയും. അപ്പോൾ ഈ മെയ് 28 ഫസ്റ്റ് ടൈം വീഡിയോ കോൾ ചെയ്യുന്നു. വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ശരവണാസ് എന്ന് പറയുന്ന ഒരു ചെറിയ റെസ്റ്റോറന്റിൽ പോയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഈ മീറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ അവിടെ വെച്ച് ലിനുവിന്റെ സംസാരവും പ്രവർത്തി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്നോട് ഇഷ്ടമുണ്ട്. അപ്പൊ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാനിത് പ്രപ്പോസ് ചെയ്ത് വെറുതെ സമയം കളയണ്ട. ഒന്നത് പെൺപിള്ളേരാണ്, പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര മെനക്കെടാം. കാരണം എല്ലാ ദിവസം പിന്നെ കാണാൻ വേണ്ടി പോകണം, വളക്കാൻ നിൽക്കണം, അത് കുറച്ച് പാടാ. കാരണം ഞാൻ ആലപ്പുഴക്കാരനാണ്, ഇവള് കോട്ടയത്താ. അപ്പൊ ഒരു ജില്ല കടന്നു വേണം എല്ലാ ദിവസം പ്രേമിക്കാൻ പോകാനായിട്ട്, അത് കുറച്ച് ടാസ്കാ. അല്ല കോളേജൊക്കെ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വണ്ടിയും അവിടെ നിന്നാ മതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്പൊ ഓർത്തു പ്രപ്പോസലായിട്ട് വേണ്ട, ഞാൻ നേരെ ഫുഡൊക്കെ കഴിക്കുന്നു, ഒരു ഉമ്മ കൊടുക്കുന്നു, ഓടിക്കളയും. സീരിയസ്ലി അങ്ങനെ മനസ്സിലാവുമല്ലോ. മനസ്സിലാവുമല്ലോ. പ്രപ്പോസ് പോലും ചെയ്യാത്ത ഒരു കുട്ടിയെ ജസ്റ്റ് കൊടുക്കുന്നു പോകുന്നു. എനിക്ക് ലിനുവിന് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഏകദേശം ഒരു 2-3 മാസത്തെ ഞങ്ങളുടെ ചാറ്റ്, കാര്യങ്ങൾ, ഫോൺ വിളി, സംസാരം, വീഡിയോ കോള്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണുന്നത്. അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അത് എനിക്ക് തോന്നുന്നു എന്റെ ബിഹേവിയറിൽ നിന്ന് എനിക്ക് ലിനുവിന് ഇഷ്ടമാണെന്ന് ലിനുവിന് മനസ്സിലായിട്ടുണ്ട്, ലിനുവിന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് അത് 100% ഉറപ്പാകുകയും ചെയ്തു. പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഓടിക്കളയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്തിട്ട് ഒന്നാമത്തെ ചാൻസ് ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ആ ബന്ധം അവിടെ കൊണ്ട് തീരും. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും, എന്നാൽ സോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആകിയതിന്റെ അർത്ഥം ഇഷ്ടമാണെന്നുള്ള. ഞാൻ നേരെ അന്ന് 2 വീലറിലാണ് പോകുന്നത്. 2 വീലറിൽ നേരെ ഉമ്മ കൊടുത്തിട്ട് ഓടിക്കളഞ്ഞു. വീട്ടിൽ ചെന്ന് വരെ വിളിയില്ല, മെസ്സേജിൽ ഒന്നുമില്ല. ഞാൻ പറപ്പിച്ച വീട്ടിലെത്തിയത് കോട്ടയം ടു ആലപ്പുഴ 1/2 മണിക്കൂർ കൊണ്ട് എത്തി. എന്നിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ച് ഞാൻ ചോദിച്ചു, അപ്പൊ എന്ത് പണിയാണ് കാണിച്ചത്? ഇങ്ങനെ ആദ്യം കലിപ്പാവും, സ്വാഭാവികം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനി സംസാരിച്ചോ, ഇഷ്ടമല്ലെങ്കിൽ ഇനി സംസാരിക്കണ്ട, അങ്ങ് വിട്ടോ, ബ്ലോക്ക് ചെയ്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. ബ്ലോക്കും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, പിന്നെ സംസാരിച്ചു. അപ്പൊ എന്റെ അർത്ഥം ഇഷ്ടമാണെന്നാണല്ലോ, പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. ഓഹോ, അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ സൈബർ അറ്റാക്സ് വരുന്ന സമയത്ത് ഇപ്പൊ ആദ്യ ടൈമിലൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പിന്നെ ചിലപ്പോൾ അത് യൂസ് ടു ആവും. ഇത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഈ ആദ്യ ഘട്ടങ്ങളിൽ വരുന്ന ടൈമില് നമുക്ക് കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവില്ല. ആ സമയത്തായിരിക്കില്ല നമുക്ക് കൂടുതൽ പറയാൻ പറ്റും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ, നമ്മുടെ ഹാപ്പിനെസ്സിലായിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെ കൂടെ നിന്ന്, ഇൻക്ലൂഡിങ് യുവർ പാർട്ട്ണർ, ഞാൻ ബോയ് ഫ്രണ്ടിനോട് എങ്ങനെയായിരുന്നു കൂടെ നിന്ന? ജെ ഭയങ്കര കൂളായിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, ഈവൻ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ആള് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇതിനു മുമ്പാണെങ്കിലും എനിക്ക് സൈബർ അറ്റാക്ക് ഒക്കെ വന്ന ഒരു ടൈമിൽ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ലൈക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ദർ വിൽ ബി 50% ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, ബാക്കി 50% ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ആ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകില്ല എന്ന് എന്നോട് എപ്പോഴും പറയലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യം സത്യമാണെങ്കിൽ ഞാൻ കുറച്ച് വെറീഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു, ഈ സിജോനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴേക്കും ഇവർ വിളിച്ചിതാക്കിയപ്പോഴേക്കും അവിടെ കൂളായി. പിന്നെ ആളുടെ ഒരു മൈൻഡ് എന്താ ചെന്ന ഒരു കാര്യം, എനിക്ക് കേക്ക് എടുക്കാം, നമുക്ക് സിജോന്റെ അവിടെ പോയിട്ട് ഒന്നും കൂടി ഒരു ഇതാക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ആള്. ഓക്കെ, അതിന്റെ വീഡിയോ കാണും, അങ്ങോട്ട് പോവാ, നമുക്ക് മുക്കാനുണ്ട്. നോറയുടെ ബർത്ത്ഡേക്ക് അത് ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോറയുടെ ബർത്ത്ഡേ ദിവസം നോറ അവിടെ ഒരുങ്ങിച്ചെത്തി അവിടെ നിൽക്കുക. അപ്പൊ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ്, ഞാൻ സായി ഉണ്ട്,
അടിപൊളി ആ വൈബാണ്. അപ്പം മാറ്റി നിർത്തിട്ട് ഞാൻ തോന്നുന്നു സിജു അതെ നോറയുടെ മുഖത്ത് കേക്ക് തേക്കണം. ഞാൻ പറഞ്ഞാൽ നോറ വന്ന് ഒരുങ്ങി നിൽക്കുന്നില്ലേ ഉള്ളൂ. അയ്യോ അത് കുഴപ്പമില്ല, ഇപ്പൊ തേച്ചാലേ നോറ ഡ്രസ്സ് മാറത്തുള്ളൂ. നോറയ്ക്ക് ഇനി ഞാൻ ഡ്രസ്സ് എടുത്ത് റൂമിൽ വെച്ചിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുണ്ട്. എനിക്കറിയില്ല. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങള് മുഖത്ത് കേക്ക് തേച്ചുകൊണ്ട് പൂളിടണം. ഞാൻ പറഞ്ഞു പൂളിടണോ? കറക്റ്റ് ആളാണ്. സീരിയസ്ലി കേട്ടോ. ഐ മീൻ സോഷ്യൽ മീഡിയയിലെ ആളധികം അങ്ങനെ സംസാരിച്ച് വരാത്തോണ്ടാണ് ബാക്കിൽ എല്ലാ സാധനങ്ങളും അങ്ങനെ അവിടെ കൊടുക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് ലിനു അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. അത്യാവശ്യം ലിനു ആക്ച്വലി ഈ വൈബ്, അതായത് സിജോ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഉള്ള ഒരു സെലിബ്രേഷനും ആൾക്കാരുടെ സിജോനെ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയും അതൊരു രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊരു രീതിയായിരുന്നു അതിന് മുമ്പുള്ള പോലെയല്ല. പിന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബിഗ് ബോസിലെ തന്നെ ഉള്ളതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ വൈബും ഇതെല്ലാം ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അതിന് മുമ്പുള്ള രീതിയിൽ തന്നെ? സിജോയുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ക്യാരക്ടറിൽ വലിയ മാറ്റമൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ നേരത്തെ എവിടെയും പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നടന്നു പോയിരുന്നു. ഇത് ആരെയും കണ്ടുപിടിക്കത്തില്ലായിരുന്നല്ലോ. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർക്ക് അറിയാം. യൂട്യൂബ് വീഡിയോസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചേട്ടൻ ചേട്ടനല്ലേ? അതെ, അങ്ങനെ 100-ൽ ഒരാളെ ചോദിച്ചില്ലല്ലേ ഉള്ളൂ. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അർത്തുങ്കപ്പള്ളിയിൽ പോയി. അച്ഛൻ നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് എപ്പോഴും ചിരിച്ചിരിക്കാൻ പറ്റത്തില്ല. അത് ഗ്രാമപ്രദേശമാണ് നമ്മുടെ അർത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീടിന് കുറച്ച് അരമണിക്കൂറേ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ കാണുമ്പോഴത്തേക്കും നമ്മളോട് കുറെ സ്നേഹപ്പെടണം കുറച്ച് അധികമായിരിക്കുമല്ലോ. അപ്പൊ അത് എനിക്ക് സന്തോഷമാണ് കാണുമ്പോൾ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരിക സംസാരിക്കുന്ന പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കടയുടെ ഫ്രണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവര് ഇങ്ങനെ വരുന്നു, സംസാരിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ഫാമിലി ആയിട്ടല്ലേ ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോകുന്നു. അങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് പോകുന്നു. അങ്ങനെ കുറച്ചുകൂടെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമുക്കിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകാം, അവിടെ എന്തെങ്കിലും വാങ്ങിക്കാം, അല്ലെങ്കിൽ അവിടെ കാഴ്ച എന്തെങ്കിലും കാണാം എന്നൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോ അതിലൊരു പെട്ടെന്ന് വീട്ടിലോട്ട് പോയേക്കാം അങ്ങനെ തോന്നി. അല്ലാണ്ട് ആൾക്കാർ വരുന്നത് സന്തോഷമുള്ളൂ, അതൊരു ദൈവ ഭാഗ്യമാണ് അങ്ങനെ വരാൻ പറ്റുക എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ഒരു ഫ്രീഡത്തിന്റെ ഒരു ഇതുമുണ്ട്, പക്ഷെ മോർ ഹാപ്പിനെസ് ആണ് കൂടുതൽ. നമ്മളെ സുചേട്ടനല്ലേ, സുചേട്ടൻ തൊട്ടിട്ട് അങ്ങനെയാണെ സുചേട്ടൻ തൊട്ടിട്ടേ ഒന്ന് കൈ പിടിച്ചോളെ. ചില പിള്ളേരൊക്കെ ഭയങ്കര എടുത്ത് ചാടുന്നു. ഇന്നലെ ആർത്തോക്കപ്പള്ളി ലാസ്റ്റ് ഉണ്ട് കൊച്ച് എടുത്ത് ചാടുന്നു. ഞാൻ എന്തിനു ചാടുന്നു ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ കാണുമ്പോ ഓ ഭയങ്കര വലിയ ആളായി. പക്ഷെ എന്നാലും ആ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ, ഫാൻ പറയുന്നതിലുപരി ആ ഒരു ആൾക്കാർ സ്നേഹിക്കുന്ന ആൾക്കാരെ എണ്ണം കൂടുമ്പോൾ നമ്മളും ഇപ്പൊ എനിക്ക് പറയാലോ ബിഗ് ബോസിലെ സിജോയുടെ വൈഫാ. ആളും താരമാണല്ലോ, അതിനെ പറ്റി പറയും കേട്ടോ അങ്ങനെ. കാരണം നമ്മൾ ബിഗ് ബോസിൽ പോയതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരും, ഞാൻ നോറാണെങ്കിൽ ആരും വലിയ ആൾക്കാരൊന്നും ആവില്ല. അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ ആൾക്കാര് മറന്നു. പിന്നെ നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ മികവ് കാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നിലനിൽക്കാം. അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും ബിഗ് ബോസിൽ പോയൊരു സിജു അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാനെന്നല്ല ആര് പറഞ്ഞാലും അത് ശരിയാണെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. കാരണം അടുത്ത സീസൺ വരെ ഉള്ളൂ നമ്മുടെ സമയം. പിന്നെ നമ്മളൊക്കെ അങ്ങ് ജസ്റ്റ് ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്തല്ലോ അങ്ങ് പോകും. പിന്നെ നമ്മൾ നമ്മുടെ പണി ചെയ്യാം മര്യാദ. അടിപൊളി. പിന്നെ നിങ്ങളുടെ കാശ്മീർ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നിട്ട് വയറിനൊക്കെ പണി കിട്ടി പറഞ്ഞു. ആക്ച്വലി എന്താണ് പറ്റിയത്? ഞങ്ങൾ കാശ്മീരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനും അച്ചു രണ്ടുപേരും കാശ്മീരിൽ സാധനമായിരുന്നു. അല്ല 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 ഞങ്ങൾ ആദ്യം ബാലി പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ ബാലി പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോ ബാലിയിലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ ഓർത്തു അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും കാശ്മീരിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പോകണം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് കല്യാണം 4-ാം തീയതി കഴിയുന്നു, പോകും. അപ്പൊ കല്യാണത്തിന് മുന്നേ ഇത് ബുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അപ്പൊ 10-ാം തീയതി ടാർഗറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ 10-ാം തീയതി നോക്കിയപ്പോഴത്തേക്കും ഇത്രയോടെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയത് കാശ്മീരായിരുന്നു. അങ്ങനെ കാശ്മീരിലേക്ക്. അപ്പൊ ഞാൻ വിളിക്കാൻ ചോദിച്ചു, അച്ചു ഭയങ്കര തണുപ്പാണ്, ഇപ്പൊ അത് പക്കാ സീസൺ സമയമൊന്നും അല്ല, ഇപ്പോ ഒരു ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ ഇതിലൂടെ ബെറ്റർ ആണ്, അല്ലെങ്കിൽ പിന്നെ നമ്മള് സെപ്റ്റംബർ അടുത്തിൽ പോകണം. പക്ഷെ അപ്പൊ മഞ്ഞ് കാണാൻ പറ്റില്ല. അതെ, ഇപ്പൊ മഞ്ഞ് കാണാം നമുക്ക്. ലൈഫിൽ ഇതുവരെ ഇത്രയും മഞ്ഞ് കണ്ടിട്ടില്ല, മൈനസ് ടെമ്പറേച്ചർ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ പോകാം. അപ്പൊ എനിക്ക് പറഞ്ഞു ഓക്കെ പോയേക്കാം. അങ്ങനെ കാശ്മീരിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാശ്മീർ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കാണാത്തൊരു ലുക്സും കാര്യങ്ങളും എല്ലാം പക്ക, അതെല്ലാം ഓക്കെ. അപ്പോ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി, കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ബാംഗ്ലൂർ ത്രൂ. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്ക് ഞങ്ങൾ കാർഡ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ
കാർഡ് എടുക്കാൻ മറന്നു പോയത് കൊണ്ട് അവിടെ കത്തി റേറ്റ് കൊടുത്ത് ഫുഡ് വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തില്ല, തോന്നിയില്ല. അതെ അതെ. അപ്പൊ ലോഞ്ചിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ലോഞ്ചിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് വേറെ എന്താ ഓപ്ഷൻ എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് കൊടുത്തു അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ച് വെക്കാം. അങ്ങനെ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ബർഗറും സാൻഡ്വിച്ചും വാങ്ങിച്ചു. അത് ചൂടാക്കി റാപ്പ് ചെയ്ത് വെച്ചു. ഇത് മയണൈസ് ഉണ്ടെന്ന് അപ്പൊ നമ്മള് ചിന്തിക്കുന്നില്ലായിരുന്നു ഒരുപാട്. ഒരു 45 മിനിറ്റ്സിൽ ഇത് കഴിക്കണ്ടേ. പക്ഷെ നമ്മള് കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച സാധനം നൈറ്റ് ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്കാണ് കഴിച്ചത്. അപ്പൊ പണി കിട്ടിയില്ല ഭാഗ്യത്തിൽ. അവിടെ വെച്ച പണി കിട്ടിയിരുന്നെങ്കിൽ ഫ്ലൈറ്റ് അടക്കം ഞങ്ങൾ നാട്ടിച്ചേനെ. അതുകൊണ്ട് അവിടെ വെച്ച് കുഴപ്പമില്ല. ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തിയപ്പോഴത്തേക്കും പൊറോട്ടയും ഇറച്ചിയും ദോശയും കഴിക്കാനായിട്ട് ഒരു കുഴി. അപ്പൊ ഞങ്ങൾ കൂട്ടുകാരന്മാരുണ്ട്. അപ്പോ ഞങ്ങൾ നേരെ കൊച്ചി വന്നിട്ട് കൂട്ടുകാരന്മാരായിട്ട് എയർപോർട്ടിൽ കൂട്ടുകാരെ വന്നിട്ടുണ്ടാവും. അവരായിട്ട് ഒന്ന് ഫുഡൊക്കെ തട്ടക്കടിച്ച് വീട്ടിലെത്തി. 3 മണിയാകുമ്പോൾ വീട്ടിലെത്തി. 3 മണിയാകുമ്പോൾ വീട്ടിലെത്തി അച്ഛൻ നേരെ ബാത്റൂമിൽ പോകുന്നു, ഛർദിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ ഞാൻ ഛർദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച വണ്ടിച്ചൊരു കടിച്ചതായിരിക്കാം. മേ ബി ഒരു ഛർദിൽ ഞങ്ങൾ ഓക്കെ കിടന്നുറങ്ങിക്കോ. അപ്പൊ ഞാൻ കിടന്നുറങ്ങി. ഇടയ്ക്ക് പിന്നെയും പോകുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനിത് എന്നെ വിളിക്കുന്നുമില്ല. ഞാൻ ഇത്രയും ടയർഡല്ലേ, യാത്ര ചെയ്ത് വന്നതല്ലേ. ഞാൻ വരെ ഉറങ്ങിപ്പോയി. ഒരു 10 മണിയായപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞാനൊരു 3-4 റൗണ്ട് ഛർദിച്ചു കേട്ടോ, വയറ്റിൽ നിന്ന് പോയി ഇത്തിരി ലൂസായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഇനിയും ലൂസ് മോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ബാത്റൂമിൽ പോയി. ദൈവമേ, അത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊരു ഭാഗം എനിക്ക് ഓർമ്മയില്ല. പിന്നെ താമസം മൊത്തം, അതായത് ഒരാഴ്ച കാശ്മീരായിരുന്നെങ്കിൽ പിന്നെ താമസം മൊത്തം ആ ടോയ്ലറ്റിനകത്തായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. അന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു, ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നു, മെഡിസിൻ ഒക്കെ അടിക്കുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വാള വെച്ചോണ്ടിരിക്കുക, വൊമിറ്റ് ചെയ്യുന്നു, ടോയ്ലറ്റിൽ പോകുന്നു. അപ്പൊ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് നോക്കി. ഞാൻ വീടിന് പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ക്രിസ്മസ് ട്രീ വീടിന് മുറ്റത്തുണ്ട്. അപ്പൊ എനിക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു പൈൻ മരമായിട്ടും അതിന്റെ ബാക്കിൽ മൊത്തം മഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്കും ഞാൻ സായന വീഡിയോ കോൾ ചെയ്തു. ഒരിക്കലും മറക്കില്ലല്ലോ ഇനി കാശ്മീർ ട്രിപ്പ്. ഇല്ല, അത് മറക്കത്തില്ല മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം സായന വഴി കളിയാക്കുമായിരുന്നു. എനിക്ക് സായിനെ കാണാൻ തോന്നി പെട്ടെന്ന്. എന്തോ പറഞ്ഞപ്പോ സായിനെ കാണാൻ തോന്നിയത്. സായിനെ വീഡിയോ കോൾ ചെയ്ത് സായിയാ. സായി വേണോ? ഞാനിപ്പോ ചോദിക്കുന്നത് സായി എവിടെയെന്നാ. സായിണ്ട്. ഞാൻ സായനത്തിൽ ചോദിക്കുന്നത് സായി എവിടെയെന്നാ. അത് ഇവര് പറഞ്ഞപ്പോഴേക്ക് അത് ഞാൻ അറിയുന്നേ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സായിനെ വീഡിയോ കോൾ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് അന്ന് സംസാരിച്ച കാര്യങ്ങൾ അത്ര എത്ര ദിവസം കഴിഞ്ഞത് റിക്കവർ ആവാൻ വേണ്ടി? ഒരു 1 വീക്ക്? ഇല്ല, അത് അന്ന് വൈകിട്ട് ഞാൻ കുളിച്ച് മെഡിസിൻ ഒക്കെ പിന്നെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റായി. എനിക്ക് ടെമ്പറേച്ചർ, എന്റെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ലോ ആയി പോയിട്ടുണ്ട്, സോറി ഹൈ ആയി പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കൊന്ന് ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ അങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും നമ്മള് ഈ ടെമ്പറേച്ചർ നമ്മുടെ ഒരാഴ്ചയോളം നമ്മള് ഈ മൈനസ് ടെമ്പറേച്ചറിൽ നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ മൈൻഡ് ഔട്ട് ആവും, ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നൊക്കെ. എനിക്ക് ബ്ലാക്ക് ഔട്ട് ആയി പോയിരുന്നു. റിയൽ ലൈഫിലും നോറ ശരിക്കും ഭയങ്കര സെൻസിറ്റീവ് അല്ലേ? എന്ന് വെച്ചാൽ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. പെട്ടെന്ന് കരയുന്ന ആളാണോ? ഫ്രണ്ട്സിനിടയിലും നിങ്ങൾക്കിടയിലും ഒക്കെ എന്തെങ്കിലും പറയുമ്പോഴും പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം എന്താ വെച്ചാല് അതിനുശേഷം അങ്ങനത്തെ സിറ്റുവേഷൻസോ ഞാൻ ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. ഇപ്പം ആ ഒരു ഹൗസിലാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ബട്ട് അത് അത്രത്തോളം എങ്ങനെയാണോ, ഞാൻ ഇതുവരെ എപ്പിസോഡ്സ് ഒന്നും കണ്ടില്ല, എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. അപ്പം എന്താ പറയാ, അങ്ങനെയാണോ പോർട്രേ ആയത് അല്ലെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ടു ബി ഹോണസ്റ്റ് അവിടുത്തെ ഹോൾ ജേർണിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു എന്താ ഇപ്പൊ ഈ ഒരു രീതിയിലോ അവിടെ ആകുമ്പം എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യം ഫുൾ നെഗറ്റീവായിട്ടാണ്, എല്ലാം നെഗറ്റീവായിട്ടാണ്. ഈവൻ ഞാൻ സ്നേഹത്തോട് കൂടി ഒരു ഫുഡ് കൊടുത്താൽ പോലും അതൊരു നെഗറ്റീവായിട്ട് എല്ലാവരും എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഐ വാസ് എ വെരി നെഗറ്റീവ് പേഴ്സൺ ടു എവ്രി വൺ. അപ്പം ബാക്കിയുള്ളവർ അങ്ങനെയാണ്, ബാക്കിയുള്ളവർ ആ രീതിയിലാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുന്ന് എന്ത് പറയണമെങ്കിലും അത് ഇവിടെ ഗെയിം ആവുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാനും
പറ്റില്ല. പിന്നെ നമ്മളും കുറെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. മനസ്സിലായി. അപ്പം ആ ഒരു കേസിൽ ഞാൻ അവിടെ ഒറ്റക്ക് ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്നൊരു ഇത് ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തൊട്ടേം പിടിച്ചതിനൊക്കെ സങ്കടം വരുന്നുണ്ട്. ഇപ്പോഴും വരുന്നില്ല എന്നല്ല. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ ഒരു ടൈമിൽ ചിലപ്പം അവിടെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട് പുറമെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവരെ വിളിച്ച് ക്ലിയർ ചെയ്തപ്പോഴാണ് എന്തായത് ക്ലിയർ ചെയ്തത്. ലൈക് സെൻസിറ്റീവ് ആണ് വെച്ചാൽ സെൻസിറ്റീവ് ആണ്. ബട്ട് 24 hours ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അത് കാണുന്നില്ല. അത്രേ ഉള്ളൂ. അത് ജയ ഉണ്ടല്ലോ, അപ്പൊ ജയ എടുത്ത് പോയി സങ്കടം പറയാ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഈ 28 ഡേയ്സ് ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് 28 ഡേയ്സിന്റെ സ്കെഡ്യൂൾ. ആ 28th ഡേ ഇപ്പം സിജോ ബിഗ് ബോസിൽ പോകുന്നു, വളരെ ഹാപ്പി ആയിട്ടെല്ലാം കാണുന്നു, നല്ല നല്ല കോമന്റ്സ് വരുന്നു. ഇറ്റ്സ് എ സ്ട്രോങ് പ്ലെയർ എന്നുള്ളൊരു തീർച്ചയായിട്ടും വെരി സ്ട്രോങ് പ്ലെയർ വെരി സ്ട്രോങ് പ്ലെയർ ഇൻക്ലൂഡിംഗ് അല്ലായിരുന്നു. ഈവൻ നമുക്കൊരു ഇതുണ്ടായിരുന്നു, നമുക്ക് ഇത് കിട്ടൂലേ കാരണം എന്താ വെച്ചാല് അല്ല അങ്ങനെയല്ല. എന്താ അറിയോ, ആദ്യത്തെ 2 വീക്കെൻഡ് എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ എന്തുണ്ടെങ്കിലും സിജോ പറയുന്നതാണ് ലാലേട്ടൻ പറയുന്നത്. അതൊന്നും കൂടെ അടുത്ത അമ്മളിലേക്ക് അല്ല അതിന്ന്. അപ്പൊ എനിക്കാണെങ്കിൽ ആ സമയത്ത് ഞാനും ഗബ്രിയിട്ട് എന്തോ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു ഞാനും ഗബ്രി തമ്മില്. അപ്പൊ എനിക്ക് ഇതൊക്കെ പറയണമെന്നുണ്ട്, എന്നോട് ചോദിക്കുന്നില്ല. അവൻ എന്നോട് ചോദിക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ അങ്ങോട്ട് പറയാൻ പറ്റില്ല, എന്നോട് ചോദിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതും നടക്കുന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് സിജോ ചേട്ടൻ പോയപ്പോഴാണ് പിന്നെ എന്ത് കിട്ടുന്നത് നല്ല കാര്യം. അതുകൊണ്ട് അത് നടന്നല്ലേ. അപ്പം ആ ഒരു ടൈമില് അത്രയും സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ലൈക്ക് ബാക്കിയുള്ളവർക്ക് ആരും ഇത് കിട്ടി. പിന്നെയാണ് എന്താ പറയുക ബാക്കിയുള്ള പല രീതിയിലും അതിങ്ങനെ പോർട്രൈ പോയത്. ഈ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ഇതിപ്പം ഇൻസൈഡ് അങ്ങനെ ഒരു ഇതായതുകൊണ്ട് സിജോയ്ക്ക് തിരിച്ചൊന്നും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത, അതാണല്ലോ അതിൻ്റെ സത്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴും ഇപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു 100 കമൻറ്റിൽ ചിലപ്പോൾ 1, 2, 3 പേർ എന്ന് വേണമെങ്കിൽ 3% എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു കാര്യം ഇപ്പോൾ അവിടെ പോയിട്ട് ഇടി കിട്ടിയ ആളല്ലേ എന്നൊക്കെയുള്ള വരാം. ഇപ്പം നമ്മൾ കാണുന്നതിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഈവൻ ഇൻ്റർവ്യൂവിലാണെങ്കിലും ഒക്കെ സ്ട്രെയിറ്റ് ഹിറ്റായിട്ട് അങ്ങനെ ഒരു സംഭവം ചോദിക്കുമ്പോൾ അല്ലെ അതിനെപ്പറ്റി അത് ആക്ച്വലി നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ. അങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ആ വ്യക്തിയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഈവൻ മാരേജിന് വരുന്ന സമയത്താണെങ്കിലും കുറെ വീഡിയോസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ അതിന് സിജോ വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ പറയുന്നുണ്ട്, സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള മറുപടി പറയുന്നുണ്ട്. എങ്കിലും ഓർത്തിട്ടുണ്ടോ എന്തിനാ ഇങ്ങനെ, അത് നമ്മളെ അലട്ടുന്നുണ്ടോ? ആക്ച്വലി ഇല്ല, എന്നെ അലട്ടുന്നൊന്നുമില്ല. കാരണം അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ മാറ്റം വരുത്താൻ പറ്റില്ല. അത് ഓൾറെഡി നടന്ന സംഭവമാണ്, അത് കഴിഞ്ഞ കാര്യമാണ്, നടന്ന സംഭവമാണ്. അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ ഓരോ പ്രവൃത്തി അങ്ങനെയല്ലേ. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൽ ചേഞ്ചസ് ഒന്നും വരുത്താനായിട്ട് പറ്റില്ല. നമ്മുടെ മറ്റേ ടൈം മെഷീൻ വാച്ചൊന്നും ഇല്ലല്ലോ ബാക്കിൽ പോയി തിരുത്താനായിട്ട്. അപ്പൊ എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്, അത് ഇഗ്നോർ ചെയ്ത് വിടുക, ഇഗ്നോർ ചെയ്യുക, അതിനങ്ങ് വലിയ വാല്യൂ കൊടുക്കാതിരിക്കുക. ഇപ്പൊ ഞാനിപ്പോ നോറ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ എപ്പിസോഡ് കാണാത്തതിനകത്ത് നോറയുടെ മനസ്സിലാവുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, മേ ബി ഞാനൊരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ദേഷ്യം വരാം, ചിലപ്പോ നമ്മളെ ഇപ്പം ഉള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ നിൽക്കാണ്, അത് അങ്ങനെ നിന്നോട്ടെ എന്നൊരു ഇതിലാണ് അവിടെ. അതെല്ലാം അതിനകത്ത് വേറൊരു ഇപ്പോ സംഭവമാണെങ്കിൽ ചിലപ്പോൾ നാളെ അതിലേക്ക് പോയേക്കാം. പോകുമ്പോൾ അതിനകത്ത് മൊത്തം നടക്കുന്നത് വേറൊരു യൂണിവേഴ്സ് പോലെയാണ്. കാരണം ഈ ബിഗ് ബോസ് നമ്മൾ കണ്ട് ശീലിച്ചൊരു ബിഗ് ബോസ് ഉണ്ട്, ഫൈറ്റ് ചെയ്താൽ വഴക്കിട്ടാൽ മാത്രമേ ഓഡിയൻസ് ഇഷ്ടപ്പെടുള്ളൂ, മിഥ്യാധാരണ. അല്ലെങ്കിൽ വഴക്കിട്ടാൽ ബഹളം ഉണ്ടാക്കിയാൽ ഒച്ച വെച്ചാൽ ഏറ്റവും വലിയ വഴക്കാളി ആരാണോ ആ വഴക്കാളിക്കാർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക എന്നൊരു ധാരണ പോലും നമ്മുടെ ഇടയിലുണ്ട്. അത് കുറ്റമല്ല, കാരണം നമ്മുടെ രീതികൾ അങ്ങനെ ആയിപ്പോലും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളത് കൊണ്ടാണ്. പിന്നെ അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഓക്കെ ആ പരിപാടി അവിടെ നടന്നു കഴിഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു അറ്റാക്ക് കിട്ടി, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മാറ്റം വരുത്താൻ പറ്റില്ല. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർ മേ ബി അവർക്ക് തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കമന്റ് ചെയ്യുന്നതായിരിക്കാം. ഒരു ദിവസം ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞ വാചകമുണ്ട്, അതായത് ലാലേട്ടൻ ഇത്രയും വലിയ ആളല്ലേ, അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. കാരണം ലാലേട്ടൻ ദിവസം PR വർക്കിനെ പറ്റി പറഞ്ഞ സംഭവമാണ്, നിങ്ങളൊരു പക്ഷേ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളെ അല്ലാത്ത ആൾക്കാർ ഇതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. അത് ലാലേട്ടനെ വെച്ച് കമ്പയർ ചെയ്താൽ മതി. പുള്ളിയുടെ ഫേസ്ബുക്ക് കമന്റോ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പൊ അത്രയും ഞാൻ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല, അത്രയും വലിയ മനുഷ്യനെ പറ്റി ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ ചെറിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അങ്ങനെ പറഞ്ഞോട്ടെ, അതിനകത്ത് ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരുത്താനും പറ്റില്ല, മാറ്റം വരുത്താനും പറ്റില്ല.
അവരങ്ങനെ പറഞ്ഞത് വെച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ. ഇപ്പൊ ഒരാളിപ്പോ എന്നെ പറ്റി പറയാണ് ഇവൻ ഇടി കൊണ്ടുകൊണ്ട് ഇവന് ഇനിയും വേണമെങ്കിൽ ഇടി കിട്ടണം എന്നാലേ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഇടി കിട്ടിയ ആൾക്ക് എടാ മിടുക്ക നീ മിടുക്കനാണ് ഇവന് ഇടി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അവരങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പൊ എനിക്കെന്ത് ചുക്ക് സംഭവിക്കാനാണ്, എനിക്കൊരു ഉണ്ടേ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് എന്റെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന എന്റെ സുഹൃത്താണ്, ഞാനല്ല. അപ്പോ എന്റെ സുഹൃത്ത് ഇന്നലെ രാവിലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, സിജോ ബ്രോ കമന്റ്സിന് കാശ് കിട്ടും, ഫേസ്ബുക്കിൽ കമന്റ്സിന് കാശ് കിട്ടും, ഫോട്ടോയും കാശ് കിട്ടും, നല്ല നെഗറ്റീവ് കമന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഒന്ന് എടുത്തിട്ട് അതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ട് വേറൊരു വീഡിയോ ഇട്ടെ. അപ്പൊ കുറച്ചും കൂടെ നെഗറ്റീവ് കമന്റ്സ് വരുമല്ലോ, കാശും കിട്ടുമല്ലോ. ഞാൻ അവരങ്ങനെ നെഗറ്റീവ് പറഞ്ഞ എനിക്കെന്ത് ചക്ക സംഭവിക്കാനാണ്. അപ്പൊ ചില സമയത്ത് എനിക്കൊരു ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡി ഉണ്ട്. ആ ഫേക്ക് ഞാൻ എന്നെ തന്നെ വിളിക്കാറില്ല. ഞാൻ ആ ഫേക്ക് ഐഡിക്കകത്ത് എന്തെന്നറിയാവോ, ആ ഫേക്ക് ഐഡി ഉപയോഗിച്ചിട്ട് എന്റെ ഫേസ്ബുക്കിന്റെ താഴത്ത് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരെ സിജോയുടെ സപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫേക്ക് ഐഡി ഉപയോഗിച്ച് ഞാൻ തന്നെ തെറി വിളിക്കും. അപ്പൊ അവർക്കും കൊള്ളു. അപ്പൊ ഇവര് വേറൊരു അക്കൗണ്ട് തന്നെ കമന്റ് അടിക്കുന്നത്. അത് സീരിയസ്ലി. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിട്ട് ചീത്ത വിളിക്കുന്നതായിരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ആ ചീത്തവിളിയെ മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്താ പറ്റുക, ആ ചീത്തവിളി എനിക്ക് പണമാക്കി മാറ്റിയെടുക്കാൻ പറ്റും, ഞാനത് ചെയ്യും. അങ്ങനെയെങ്കിലും ആവട്ടെ. പിന്നെ ആർക്കും എല്ലാവരും തൃപ്തിപ്പെടുത്താനും പറ്റത്തില്ല, അതിന്റെ ആവശ്യം നമുക്കില്ല, അങ്ങനെ വരത്തില്ല. അതെ, എങ്ങനെ പോയാലും 100-ൽ 100 ആർക്കും കിട്ടത്തില്ലല്ലോ ഈ പ്രൊസീജിയറിൽ അല്ലേ. അപ്പം ഇനി നിങ്ങൾക്ക് ഏറ്റവും സൗഹൃദമുള്ള ആൾക്കാർ, ഇപ്പൊ ബിഗ് ബോസിലുള്ള ആൾക്കാർ തന്നെ നിങ്ങൾ ഇപ്പൊ മാരേജിന് കണ്ടു, അതല്ലാതെ നിങ്ങൾ ഒത്തുകൂടാറുണ്ടോ? കാരണം ഇത്രയും ആളുകളുണ്ടല്ലോ, എല്ലാവർക്കും ബർത്ത്ഡേസ് വരുന്നുണ്ട്, അല്ലാതെ വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്താ പറയാ, ഇപ്പൊ കല്യാണം തന്നെ ആണെങ്കിൽ കല്യാണം ഒരു 3 ദിവസം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഇപ്പൊ എൻഗേജ്മെന്റ് വരുന്നുണ്ട്, ഇപ്പൊ ബർത്ത്ഡേ ഒരാൾ വരുന്നുണ്ട്, ആളുടെ പാർട്ട്ണറിന്റെ വരുന്നുണ്ട്, അങ്ങനെ എല്ലാവർക്കും വരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ സീസണിലെ ഭൂരിപക്ഷം ആൾക്കാരെല്ലാം ഒരുമിച്ചുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊന്ന് ഈ സീസണിൽ അത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സീസൺ. ഞാൻ ഈ ഇറങ്ങിയപ്പോ ഒരാൾ എനിക്ക് പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നു, ഈ സീസൺ റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കമന്റ് ആണ്, പരസ്പരം മനുഷ്യത്വം ഇല്ലാത്ത കുറെ ആൾക്കാരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഈ സീസണിൽ. അവരാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോ കുറെ എനിക്ക് തോന്നുന്നു മറ്റൊരു സീസണിൽ കാണാത്തത്രയും ഒരു സൗഹൃദ വലയം നമ്മുടെ ഈ സീസണിനകത്ത് എനിക്കിപ്പോ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ എന്റെ കല്യാണം ഞാൻ അതിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ സമയത്ത് ഇപ്പൊ നോറയുടെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം, എന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയുടെ അന്ന് നോറനെ വിളിക്കുന്നു, യോസിച്ചിട്ടാ എനിക്ക് ചിലപ്പോൾ എത്താൻ പറ്റത്തില്ലായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ പറ്റുള്ളൂ, വന്നില്ലെങ്കിൽ ഞാൻ കൊന്നു കളയും. അപ്പൊ എനിക്കിപ്പോ അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുക. അവൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് രാത്രി ആയപ്പോഴത്തേക്കും അവിടെ എത്തി. വേണമെങ്കിൽ വരാതിരിക്കാം അല്ലേ എല്ലാവരും, കാരണം ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എല്ലാവരും വന്നിട്ടില്ല, എല്ലാ സുഹൃത്തുക്കളും ഇല്ല, നമ്മുടെ ഈ സീസണിലുള്ള ബിഗ് ബോസിൽ എല്ലാവരും ഇല്ല. വേണമെങ്കിൽ നോറയ്ക്കൊരു ഒഴിവ് പറഞ്ഞിട്ട് വരാതിരിക്കാം. എനിക്ക് ഒഴിവ് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, മേ ബി അവരുടെ തിരക്കുള്ളതുകൊണ്ടായിരിക്കാം. ഗബ്രി അവൻ ആ സമയത്ത് യാത്രയിലാണ്, ജോർജിയയിൽ പോകുന്നു, ദുബായിൽ പോകുന്നു. അവന് വേണമെന്നുണ്ടെങ്കിൽ എടാ അളിയാ ഞാൻ ദുബായിലാണ് വരാതിരിക്കും. പക്ഷെ അവൻ കല്യാണം നേരത്തെ ചോദിച്ചിട്ട് അവൻ അതനുസരിച്ചാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, കല്യാണത്തിന് ആ ദിവസം പ്ലാൻ ചെയ്തിട്ട്. ഇപ്പൊ സിബിൻ എനിക്ക് നേരത്തെ വിളിച്ചത് പറഞ്ഞു അളിയാ കല്യാണം എന്നാണ്, ഞാൻ പറഞ്ഞു ഇന്ന ദിവസം അപ്പൊ ആ ഒരാഴ്ച ഞാൻ ഫ്രീ ആവണ്ടേ. അപ്പം അവൻ ആ ദിവസം നേരത്തെ നോക്കിയിട്ട് അവന്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ആ പേഴ്സണൽ കാര്യങ്ങൾ പോലും അവൻ നേരത്തെ ആക്കിയിട്ട് കല്യാണത്തിന് വേണ്ടി അവിടെ വന്നു. എന്നിട്ട് നമ്മുടെ കല്യാണം നടന്ന ആ സ്ഥലത്ത് അവൻ അവിടെ ഒരു റൂം എടുത്ത് അവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും രാവിലെ വന്ന് നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ചോദിച്ചോടാ എനിക്കിനി വല്ല ആവശ്യമുണ്ടോ അതെല്ലാം ചോദിച്ചിട്ടാണ് അവനോട് ഇത് പോയത്. സായി കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് അവൻ വൈഫായിട്ട് കൂട്ടി വീട്ടിലെത്തി. എന്റെ നാട്ടിൽ വന്ന് 30-ാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻസ് ആരംഭിക്കുക. 29-ാം തീയതി അവിടെ വന്നിട്ട് പിന്നീട് 5-ാം തീയതി വരെ അവൻ പൂങ്കാവ് പള്ളിയിലെ പെരുന്നാളും കൂടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ തിരിച്ചു പോയത്. കല്യാണത്തിന് എല്ലാം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്, കല്യാണത്തിന് ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് കെട്ട് കഴിഞ്ഞിറങ്ങുമ്പോ നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രദറോ, എനിക്ക് ബ്രദേഴ്സ് ഇല്ല, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉള്ളു, അപ്പൊ അവര് ഈ ബൊക്കെയാ പിടിക്കും. അപ്പൊ ഡോർ തുറക്കാൻ ഒരാൾ വേണം, സായാണ് എനിക്ക് ഡോറ് തുറന്നു തന്നത്. അപ്പൊ അതൊക്കെ ഈ ബിഗ് ബോസിന്റെ ഇതിനകത്തുനിന്ന് കിട്ടിയ, ഇപ്പൊ നന്ദൂട്ടൻ ആയിക്കോട്ടെ, നിഷാനെ ആയിക്കോട്ടെ,
എല്ലാരും ഇപ്പൊ ജാസ്മിന് ഇപ്പൊ ഞാൻ പേര് ആരുടെങ്കിലും വിട്ടുപോകുന്നെങ്കിൽ അഭിജിത്ത് നമ്മുടെ അഭിഷേക് അഭിഷേകം അഭിഷേക് അവൻ എൻ്റെ അടുത്ത് കല്യാണത്തിന് വിളിച്ചു ചോദിച്ചു, എടാ നിന്റെ സ്യൂട്ടിന്റെ കളർ ഏതാ, ആ കളറിലെ സ്യൂട്ട് ഞാൻ എടുക്കണ്ടല്ലോ. അവൻ പാർട്ടിക്ക് വന്നിട്ടാണെങ്കിൽ എനിക്ക് പറഞ്ഞടാ ഞാൻ കല്യാണത്തിന് ചിലപ്പോ എനിക്ക് ഇത്തിരി താമസിക്കും, അന്നൊരു ഷൂട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ ഷൂട്ടൊന്നും ഒന്നും പോകാൻ പറ്റത്തില്ല, മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഷൂട്ട് മാറ്റി. അവന്റെ മൂവിയുടെ ഷൂട്ടാണ്, എനിക്ക് അവനത് അതിലെ ഇമ്പോർട്ടൻസ് അല്ലേ, അപ്പൊ എനിക്കത് പറയാം, ഏടാ എന്റെ ഷൂട്ട് കരിയർ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവനവിടെ എത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരും നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അപ്പൊ ഇത് ഞാൻ അനുഭവിച്ച ആളാണ്. ഇപ്പൊ നോറയുടെ ബർത്ത്ഡേ മാത്രമല്ല ജയുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ നോറ നമ്മുടെ ബിഗ് ബോസിന്റെ അംഗമാണെന്ന് പറയാം, പക്ഷെ ജയ് നോറയുടെ പാർട്ട്ണറാണ്. പക്ഷെ ആ ബർത്ത്ഡേ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. ഇപ്പൊ ജാനുവാണ് വിളിച്ചിട്ട് പറഞ്ഞ എന്നെ സിജോജിന്ന് വിളിക്കുക, സിജോജി ആരാ മേക്കപ്പ് ചെയ്യുക? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മേക്കപ്പ് ആണോ? അല്ല, ലിനുവിന്റെ മേക്കപ്പ് ആരാ ചെയ്യുക? അത് ഞാൻ പറഞ്ഞു നമ്മള് അത് ഇപ്പഴല്ല കേട്ടോ, കല്യാണം നമ്മള് ഉറപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ചെയ്തോളാം, വേറെ ആർക്കും വർക്ക് കൊടുക്കരുത്, ഞാൻ തന്നെ ഒന്ന് അടിപൊളിയായിരുന്നു. ജാനുവാണ് അങ്ങനെ ഒന്നും ചെയ്ത്. അങ്ങനെ പറയാൻ ഇപ്പൊ പേരെടുത്ത് ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ട്, സോറി. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് തരുവാണ്. പിന്നെ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ എന്തായാലും, അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയായിട്ട് പോകട്ടെ. ആ ഒരു സീസൺ കാരണം നിങ്ങൾക്ക് ഒരുപറ്റം അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ, അതൊരു വലിയ ഭാഗ്യമല്ലേ. നിങ്ങളുടെ ഒരു ഐ മീൻ കംഫർട്ട് സോണിലുള്ള ഫ്രണ്ട്സിനെ കിട്ടി, ഹാപ്പി ആകാൻ പറ്റി. എൻ്റെ അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്തൊക്കെയാണ്? യൂട്യൂബ് ചാനൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ പുതിയ പ്ലാൻസ് എന്തെങ്കിലും ലോഞ്ചിങ്സ് ഉണ്ടോ? ഞങ്ങളിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ കൂടെ ഞങ്ങൾ വന്ന വഴിക്ക് അത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. കാരണം നമുക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ കൊറോണ സമയത്താണല്ലോ ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ വന്നത്. മേ ബി അത് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും മാറ്റം സംഭവിച്ചേക്കാം. ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും വേണം, സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോ അതിന്റെ പ്ലാൻസ് ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ലിനു ആണോ അതിന്റെ മാസ്റ്റർ ബ്രെയിൻ? അതെ, ഞാൻ ആ കാര്യത്തിൽ കഴിവില്ലാത്തവനായതുകൊണ്ട് ഇപ്പൊ എനിക്കിപ്പോ 1 ലക്ഷം രൂപ വന്നിട്ട് ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ ആകുമ്പോ പൈസ തീർക്കും. പക്ഷെ പൈസ തീർത്ത എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് എങ്ങനെ റിട്ടേൺ വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പുള്ളിക്കാരത്തി ആകുമ്പോഴത്തേക്ക് അതിന്റെ കാര്യത്തില് അത് നല്ല കളിയാ. ഒരാൾ അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ ആകുമ്പോൾ അത് മാച്ച് ആയി പൊക്കോളും. നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഞങ്ങളുടെ ഏകദേശം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അല്ല, സ്പെൻഡിങ് കൾച്ചർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ്. കാരണം ആള് കുറച്ച് കൂടുതലാണ്, ഞാൻ പിന്നെയും പിന്നെ കുഴപ്പമില്ലടാ മാച്ച. ബുദ്ധിയുടെ കാര്യത്തിൽ ആരാ പെട്ടെന്ന് പറഞ്ഞത് പറഞ്ഞിട്ടില്ല. അതൊരിക്കലും സംഭവിക്കില്ല. എനിക്കറിയാവുന്ന ആളല്ലേ ഇരിക്കുന്നത്. പിന്നെ വിട്ടു തരത്തില്ലെന്ന്. നിങ്ങളുടെ ബിസിനസ്സും അടിപൊളിയാവട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.